മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വിമതർ. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാനാണ് രാജിവെച്ചത്. KPCC ഇടപെട്ടാണ് മറ്റത്തൂരിൽ സമവായം നടപ്പിലായിരിക്കുന്നത്. MS ലിഷോയ് മറ്റത്തൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, മറ്റത്തൂരിൽ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഉണ്ടായി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സമവായത്തിലേക്ക് എത്തിയത്? അതായത് മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങളും അതുപോലെ തന്നെ ഈ വിമതയായി മത്സരിച്ച നൂർജഹാനുമാണ് ഈ സഖ്യത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് പിന്തുണയുമായി BJP എത്തുകയും നൂർജഹാൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച മറ്റൊരു വ്യക്തി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നൂർജഹാൻ കോൺഗ്രസ് അംഗമായിരുന്നു. കോൺഗ്രസ് അംഗം പിന്നീട് മത്സരിച്ച് വിജയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം രാജിവെക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഇതിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് BJPയുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ നൂർജഹാൻ വിജയിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നൂർജഹാൻ ഈ ഒരു സഖ്യത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല വലിയ തോതിൽ മറ്റത്തൂർ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJPയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിൻ്റെ അംഗങ്ങളായിരുന്നവർ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും നിർത്തി വിജയിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും രാജിവെക്കാൻ ഒരുക്കമല്ല എന്ന നിലപാടായിരുന്നു DCCയും KPCCയും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ ഒരുക്കമല്ല എന്ന നിലപാടായിരുന്നു മറ്റത്തൂരിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ എടുത്ത നിലപാട്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ റോജി M. ജോണിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും പിന്നീട് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവരുടെ എല്ലാം തന്നെ സമവായ നീക്കവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു മറ്റ് പ്രശ്നങ്ങളില്ലാത്ത രീതിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് തട്ടുകേടില്ലാത്ത രീതിക്ക് ഒരു രാജിയിലേക്ക് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സ്വതന്ത്ര അംഗമാണ് ഇപ്പോൾ നിലവിൽ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര അംഗത്തെ രാജിവെപ്പിക്കാനായി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോ ആണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോന്ന അവിടുത്തെ മറ്റംഗങ്ങളെ സംബന്ധിച്ചോ ഒന്നും തന്നെ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ച വ്യക്തി രാജിവെക്കില്ല. അതേസമയം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇതോടുകൂടി ഒരു സമവായ നീക്കം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇനി കാര്യങ്ങളൊക്കെ KPCC നേതൃത്വത്തെ എന്നുള്ളതായിരുന്നു. അവിടെ നിന്നുള്ള നേതാക്കളൊക്കെയും പ്രതികരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ലിഷോയ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ഇനി മറ്റത്തൂർ പഞ്ചായത്തിൽ അടുത്ത നടപടി അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും? ഇപ്പോൾ നടത്തിയ സമവായ നീക്കത്തിനനുസരിച്ച് ഇനി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന പിന്തുണ പിൻവലിക്കണം എന്ന ഒരു ആവശ്യമാണ് നിലനിൽക്കുന്നത്. അത് ഇനിയിപ്പോൾ എത്രത്തോളം അത് ഇനിയൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയാണെങ്കിൽ തന്നെ ഒരു 6 മാസത്തോളം സമയമെടുക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിനുള്ളിൽ വീണ്ടും ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അംഗങ്ങൾ BJP പിന്തുണയോടുകൂടി മറ്റത്തൂർ പഞ്ചായത്തിൽ അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്നുള്ള ഒരു ദുഷ്പേര് ഇതോടകം തന്നെ മാറും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് KPCC നേതൃത്വമുള്ളത്. DCCയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണം എന്നുള്ളത്. പക്ഷേ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനായി ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റത്തൂരിൽ ഉണ്ടാവുകയാണ്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയ.